ഇനി ഒരു 5 പേര് വരാനുണ്ട്. അപ്പൊ നമുക്ക് ഒരു മിനിറ്റും കൂടി ഇനി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ കറക്റ്റ് ടൈമിൽ വരാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ഞാൻ സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ വരാം കേട്ടോ. ഓക്കെ. 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 അപ്പൊ നമ്മൾ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെസ്പോണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യണേ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുന്നത് ഓക്കെ, നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂൾ ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ സസ്റ്റൈനബിലിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ സസ്റ്റൈനബിലിറ്റി, അതിന്റെ ഇൻട്രൊഡക്ഷൻ, നീഡ്, കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. സെക്കൻഡ് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറഞ്ഞു. അതിന്റെ നീഡും കൺസെപ്റ്റും പില്ലേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ തേർഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദ നെക്സസ് ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും ഓക്കെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അല്ലെ. അപ്പൊ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പഠിച്ചിട്ട് വരണം ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ ബാക്കിയുള്ളത് ഒരു സെഷനും കൂടിയാണ്, അതാണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. അതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് പഠിച്ചു വരണം എന്ന് പറഞ്ഞത് ഞാൻ ഇതിന്റെ ഈ സെഷൻ കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, ഷോർട്ടായിട്ട് നമുക്ക് എങ്ങനെ പറയാം, CDM, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഒരു ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ആ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. ക്യോട്ടോ എന്ന് പറയുന്നത് ജപ്പാനിലെ ഒരു പ്ലേസിന്റെ പേരാട്ടോ ക്യോട്ടോ എന്ന് പറയുന്നത്. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇസ് ആൻ ഇന്റർനാഷണൽ ട്രീറ്റി, ഒരു അന്തർദേശീയ ഉടമ്പടിയാണ്, ഒരു സന്ധിയാണ് എന്ത് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന പ്ലേസിലാണ് ഇത് ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് 1997 ഡിസംബർ 11 അവരത് അഡോപ്റ്റ് ചെയ്തത്. ആൻഡ് എൻറ്റേർഡ് ഇൻ ടു ഫോഴ്സ് ഓൺ 16 ഫെബ്രുവരി 2005. പക്ഷെ ഇത് നിലവിൽ വരുന്നത് 2005 ഫെബ്രുവരി 16 ഇത് നിലവിൽ വരുന്നത്. ഓക്കെ. ദർ ആർ കറന്റ്ലി 192 കൺട്രീസ്. ഈ ഒരു ഉടമ്പടിയിൽ ഇപ്പൊ ഭാഗവത്തായിരിക്കുന്നത് 192 കൺട്രീസ്, 192 രാജ്യങ്ങൾ ഈ ഒരു സന്ധിയിൽ എന്തുണ്ട്, ഭാഗവത്തായിട്ടുണ്ട്, ഇൻവോൾവ് ആയിട്ട് ഇപ്പൊ നിലവിലുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ദ മെയിൻ ഗോൾ ഓഫ് ദ ക്യോട്ടോ പ്രോട്ടോകോൾ ഈസ് ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് ഗ്ലോബൽ വാർമിംഗ് ബൈ സെറ്റിംഗ് ടാർഗറ്റ്സ് ലെവൽ ഫോർ നേഷൻ ടു റെഡ്യൂസ് ആൻഡ് കൺട്രോൾ എമിഷൻസ് ഓഫ് ദ മെയിൻ ആന്ത്രോപോജനിക് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പൊ നമ്മള് പല വിധത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെ, ഗ്ലോബൽ വാർമിങ്ങിന്റെ ഫലമായിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇപ്പൊ പല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കൺട്രോൾ ഇല്ലാതെ ഇത് അൺകൺട്രോളബിൾ ആയിട്ട് ഇങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതിന് ഷോർട്ടായിട്ടാണ് GHG എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ നമ്മുടെ എൻവയോൺമെന്റിന്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റിന് പല രീതിയിലുള്ള ഇമ്പാക്ട്സുകൾ വരുത്തുന്നുണ്ട് അല്ലെ. നമുക്കറിയാം നമ്മുടെ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, നമ്മുടെ വേൾഡിനെ, പ്ലാനറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇത് പല രീതിയിലുള്ള പഠനങ്ങൾ നടന്നതിന് ശേഷം ഇങ്ങനെയുള്ള നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒന്നാണ്. നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം ഇങ്ങനെ ഒരു ക്യോട്ടോ പ്രോട്ടോകോള് അതിന്റെ ഈ എൻവയോൺമെന്റിനെ ബാഡ്ലി അഫക്ട് ചെയ്യുന്ന, വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഒരു ക്യോട്ടോ പ്രോട്ടോകോൾ ആണ് നിലവിൽ വന്നിട്ട് ജപ്പാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ 192 കൺട്രീസ് ആണ് ഉണ്ടായിരുന്നത്. ഇവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും എന്ത് ചെയ്യാം, ഈ ആന്ത്രോപ്പജനിക് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഓക്കെ, ക്യോട്ടോ പ്രോട്ടോകോളിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ടു കൺട്രോൾ എമിഷൻസ് ഓഫ് ദ മെയിൻ ആന്ത്രോപോജനിക് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ദ ക്യോട്ടോ പ്രോട്ടോകോൾ ഹാസ് 3 മെക്കാനിസം. ഈ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ 3 മെക്കാനിസംസ് ആണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എമിഷൻ ട്രേഡിംഗ് IET, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം CDM, ആൻഡ് ദ ലാസ്റ്റ് വൺ ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ JI. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ 3 നമ്മൾ പഠിക്കുന്നത് ഈ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. Okay. But Kyoto Protocol says that every country in this world need to take responsibility towards climate change. ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്നത് ഓരോ രാജ്യത്തിനും അവരുടേതായ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമുണ്ട്. എന്തിന്? ക്ലൈമറ്റ് ചേഞ്ച്, നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് അല്ലെ, നമ്മുടെ അസന്തുലിതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് നമ്മുടെ ഓരോ കൺട്രിയും റെസ്പോൺസിബിൾ ആണ് എന്നുള്ളതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്നത്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് ആയാലും ഡെവലപ്ഡ് കൺട്രീസ് ആയാലും ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്നത്. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അങ്ങനെ നമ്മുടെ പ്രകൃതിയിൽ സംഭവിക്കുന്ന എന്തൊരു ഒരു പ്രോസസ്സിനായാലും നമ്മൾ എന്തുണ്ട്, ഒരു വ്യതിയാനത്തിന് ഒരു ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിന് ഓരോ രാജ്യങ്ങളും അതിന് റെസ്പോൺസിബിൾ ആണെന്നുള്ളതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്നത്. Okay, the Kyoto Protocol says that every country in this world need to take responsibility towards climate change. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ക്യോട്ടോ പ്രോട്ടോകോൾ ഉടമ്പടി സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും അതിന്റെ ഒരു ഭാഗവത്താണ്, നമ്മുടെ വേൾഡിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് ഉത്തരവാദികളാണ് എന്നുള്ളതാണ് ഈ ഒരു ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്നത്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് CDM, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ 3 മെക്കാനിസംസ് ഉണ്ട്. ക്യോട്ടോ പ്രോട്ടോകോൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന 3 മെക്കാനിസം ഉണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്നത് CDM, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് CDM അല്ലെങ്കിൽ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്താണെന്ന് നോക്കാം. It's an arrangement under Kyoto Protocol which says that the countries which are industrialized or developed, ഓക്കെ, അതൊരു ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ വരുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് എന്ത് ഈ CDM എന്ന് പറയുന്നത്. ഓക്കെ, അത് പറയുന്നത് എന്താന്ന് വെച്ചാല്, അപ്പൊ ഈ ക്യോട്ടോ പ്രോട്ടോകോളിൽ അവര് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഡെവലപ്ഡ് കൺട്രീസ്, അതായത് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിനൊക്കെ അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ടേം എന്ന് പറയുന്നത് Annex 1 പാർട്ടീസ് എന്നാണ് അവർ ഡിഫൈൻ ചെയ്തിരിക്കുക. അവരുടെ ടെർമിനോളജി എന്ന് പറയുന്നത് Annex 1 പാർട്ടീസ് എന്നാണ്. ഇൻഡസ്ട്രിയലൈസ്ഡ് ഓർ ഡെവലപ്ഡ് കൺട്രീസിനെ അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് Annex 1 പാർട്ടീസ് എന്നാണ് കേട്ടോ. Annex 1 പാർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള നേഷനെയാണ് Annex 1 പാർട്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് വികസ്വര രാജ്യങ്ങൾ അവർ റെപ്രസെന്റ് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത് non-Annex 1 പാർട്ടീസ് എന്നാണ് കേട്ടോ. അപ്പം ഈ CDM എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അറേഞ്ച്മെന്റ് അണ്ടർ ക്യോട്ടോ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ വരുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് which says that the countries which are industrialized or developed who have done a lot of damages to climate, അല്ലെ? അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പല രാജ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് എക്കണോമിക്കൽ ആയിട്ടുള്ള വൻ നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇൻഡസ്ട്രിയലൈസ്ഡ് എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്നില്ല, ഇൻഡസ്ട്രിയലൈസ്ഡ്. അവിടെ വ്യാവസായികപരമായിട്ട് അവർ നന്നായിട്ട് ഉയർന്ന ഒരു സ്റ്റേജിലാണ് ഉള്ളത്, അല്ലെ? പല രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പല രാജ്യങ്ങളും അങ്ങനെയാണ് ഉള്ളത്, അല്ലെ? ഇൻഡസ്ട്രിയലൈസ്ഡ് ആണ്.
ഓക്കെ, അങ്ങനെയുള്ള കൺട്രീസ് അവരെയാണ് അനെക്സ് 1 പാർട്ടീസ് എന്ന് ഇവരെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള രാജ്യങ്ങൾ, വ്യവസായികമായി വളരെ ഉയർന്നു വന്നിട്ടുള്ള രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ, അവർക്ക് എക്കണോമിക് പ്രോഫിറ്റ് ഉണ്ടാകും. അവർക്കുള്ള ഈ ഇൻഡസ്ട്രിയൽ ബേസ്ഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവര് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങള്, ഫാക്ടറീസും, കൂടുതലായിട്ട് ഫാക്ടറീസ് ഒക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പലതരം പ്രൊഡക്ട്സിന്റെ ഭാഗത്തായിട്ട് നമുക്ക് അൺനെസസറി ആയിട്ടുള്ള കുറെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അവർ എമിറ്റ് ചെയ്യുന്നുണ്ട് പുറത്തേക്ക്, അതായത് എൻവയോൺമെന്റിലേക്ക് എമിറ്റ് ചെയ്യാൻ ഇടവെത്തുന്നുണ്ട്. ഓക്കെ, അവര് അറിഞ്ഞോ അറിയാതെയോ അല്ലെ, അവരുടെ ആ ഒരു എക്കണോമിക് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് അവർ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രകൃതിയിലേക്ക് നമുക്ക്, അതായത് നമ്മുടെ പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഹരിത ഭവന വാതകങ്ങൾ എന്നൊക്കെ പറയും നമ്മുടെ മലയാളത്തിൽ അല്ലെ. അങ്ങനെയുള്ള വാതകങ്ങൾ എന്ത് ചെയ്യും, പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയലൈസ്ഡ് ഓർ ഡെവലപ്ഡ് കൺട്രീസ്. അത് അവര് അറിഞ്ഞോ അറിയാതെ തന്നെ നമ്മുടെ ഈ ഒരു പ്രകൃതിയെ അല്ലെ, നമ്മുടെ ഒരു പരിസ്ഥിതി അത് വളരെയധികം ദോഷകരമായി ബാധിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസിനൊക്കെ നമുക്കറിയാം നമ്മുടെ എൻവയോൺമെന്റിനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഇമ്പാക്ട് ആണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, എമിറ്റ് ചെയ്യുക, നമ്മുടെ എൻവയോൺമെന്റിലേക്ക് എമിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവര് നമ്മുടെ ക്ലൈമറ്റിനെ വളരെയധികം ഡാമേജ് ചെയ്യുന്നുണ്ട് ബൈ ഇൻക്രീസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദ എൻവയോൺമെന്റ്. ആൻഡ് ദേ ഹാവ് എ കമ്മിറ്റ്മെന്റ് to invest a project in that reduce greenhouse gases emission in developing countries. അങ്ങനെ അപ്പം ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്നത് എന്താണ്, അപ്പൊ അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അവരൊരു കോമ്പൻസേഷൻ നടത്തണം. എന്തിനു വേണ്ടിയിട്ട്, എങ്ങനെയാണ് അവര് CDM-ലേക്ക് ഭാഗവത്താകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ഒരു ഉത്തരവാദിത്തമുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവര് കൂടുതലായിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്ന രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് CDM ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങള് ഒരു ഇൻവെസ്റ്റ് ഇൻ പ്രൊജക്ട്സ്, ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക ബൈ മണി, അല്ലെങ്കിൽ ഫണ്ടായിട്ട് എന്ത് ചെയ്യുക, ഈ ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഡെവലപ്പിംഗ് കൺട്രീസിലെ, അതായത് വികസ്വര രാജ്യങ്ങൾ, കൂടുതലായിട്ട് ഇങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യാത്ത പല രാഷ്ട്രങ്ങളുണ്ട്, നമ്മുടെ ഇന്ത്യയെ പോലുള്ള രാഷ്ട്രങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങളിലെ ഏതെങ്കിലും പ്രൊജക്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഡെവലപ്ഡ് നേഷൻസ് ഭാഗവത്താകുക, അവരൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ അതിലൂടെ രണ്ടു പേർക്കുമാണ് നേട്ടം കിട്ടുന്നത്. അപ്പൊ അവര് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഒരു മെക്കാനിസം എന്ന് പറയുന്നത്, ഈ ഒരു അറേഞ്ച്മെന്റ് ഏതൊരു രീതിയിലാണെന്ന് വെച്ചാല്, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി, ഇങ്ങനെ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി, അതായത് ഒരു ഡെവലപ്പിംഗ് കൺട്രീസിന്റെ പ്രൊജക്റ്റിലേക്ക് എന്തെങ്കിലും ഒരു പ്രൊജക്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റിലേക്ക് എന്ത് ചെയ്യുക, ഈ ഡെവലപ്ഡ് നേഷൻസ് ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ ആ പ്രൊജക്റ്റിന് അവർക്കൊരു സർട്ടിഫിക്കേഷൻ കിട്ടും. ആ സർട്ടിഫിക്കേഷനെയാണ് എന്ത് പറയുന്നത്, CER, സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ്. ആ ഒരു CER എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ അവർക്ക് കിട്ടുന്നതാണ്. ഡെവലപ്പിംഗ് കൺട്രീസിന് ഈ സർട്ടിഫിക്കേഷൻ കിട്ടും. അതായത് അവര് കുറഞ്ഞ, അതായത് ഡെവലപ്പിംഗ് കൺട്രീസ്, നമ്മുടെ ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് എന്ത് ചെയ്യുന്നു, വളരെ കുറഞ്ഞ അതായത് ഹരിത ഭവന വാതകങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരുന്ന പ്രൊജക്ട്സ് നടത്തുന്നത് വഴി അവർക്ക് അങ്ങനെ ഒരു CER എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് കിട്ടുന്നു. ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടും. ഈ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് കൊണ്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഡെവലപ്ഡ് കൺട്രീസ് വരികയാണെങ്കിൽ, അതായത് നമ്മുടെ ഇന്ത്യയെ പോലുള്ള ഈ രാഷ്ട്രങ്ങളെ സഹായിക്കാനായിട്ട് ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊരു രാഷ്ട്രത്തിനും എന്ത് ചെയ്യും, ഈ പ്രൊജക്ട് നടത്തുന്ന, ഇംപ്ലിമെന്റ് ചെയ്യുന്ന നേഷൻ എന്ത് ചെയ്യും, ഈ CER അവരെന്ത് ചെയ്യും, അവരത് സെൽ ചെയ്യും, അവരത് എന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈ കിട്ടിയ സർട്ടിഫിക്കറ്റ് അവര് നമ്മുടെ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രിയുമായിട്ട് എന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ ഇന്ത്യയെ പോലുള്ള രാഷ്ട്രങ്ങളിൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്ന പ്രൊജക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്ന, അതിലേക്ക് ഒരു ഫണ്ട് ആര് ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ് ഇൻവെസ്റ്റ് ചെയ്യുക, ബൈ മണി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, പൈസയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഈ നമ്മുടെ ഈ പ്രൊജക്ടിന് അതൊരു എന്താ ചെയ്യാ, ഒരു സപ്പോർട്ടും കിട്ടും. അതുവഴി ഈ പ്രൊജക്ട് സപ്പോർട്ട് ചെയ്യുന്നത് വഴി ഈ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ത് ചെയ്യുക, അവർക്ക് കിട്ടുന്ന ഈ CER എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, CER എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ ഇവർ ഫണ്ട് നിക്ഷേപിച്ച് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രിയുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പൊ അതുവഴി
ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസിന് ഉണ്ടാകുന്ന നേട്ടം എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും? now these CER credits can be used by industrialized countries to meet a part of their emission reduction targets under the Kyoto Protocol. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്ന ഈ ഒരു എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്സ്, അവർക്കൊരു ടാർഗറ്റ്സ് ഉണ്ടാവും, ഇത്ര എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്സ് അവർ അച്ചീവ് ചെയ്യണം എന്നുണ്ടാവും ഇത്ര വർഷത്തിൽ. അപ്പൊ ഈ ഒരു ടാർഗറ്റ്സ് അവർക്ക് എന്ത് ചെയ്യും? ഈ സർട്ടിഫിക്കറ്റ്സ്, അതായത് ഈ ഒരു ഡെവലപ്പിംഗ് കൺട്രിയുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ സർട്ടിഫിക്കറ്റിലൂടെ അവർക്ക് അത് എന്ത് ചെയ്യും? അവർക്കത് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവർ ഡയറക്റ്റ് അവർക്കത് ചെയ്യാൻ പറ്റില്ല. അതായത് ഡയറക്റ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ എമിഷൻ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻ, ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് നേഷനിലേക്ക് അവർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവര് എമിഷൻ റിഡക്ഷൻ പ്രൊജക്റ്റിലേക്ക് ഡെവലപ്പിംഗ് നേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രൊജക്ട് റിഡക്ഷൻ പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള എമിഷൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റിഡക്ഷൻ പ്രൊജക്റ്റിലേക്ക് ഇങ്ങനെ ഇൻഡസ്ട്രിയലൈസ്ഡ് ബാങ്ക് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവര് നേരിട്ട് ഭാഗവത്താകുന്നില്ലെങ്കിലും, ഈ റിഡക്ഷൻ പ്രോസസ്സിന് ഭാഗവത്താകുന്നില്ലെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രൊജക്ടിന് സപ്പോർട്ട് ചെയ്യാനുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുവഴി നമ്മുടെ ഡെവലപ്പിംഗ് നേഷന് കിട്ടുന്ന ഈ സർട്ടിഫിക്കറ്റ്, CR എന്ന് പറയുന്ന ഈ സർട്ടിഫിക്കറ്റ് ക്രെഡിറ്റ്സ് അവരെന്ത് ചെയ്യാ? കിട്ടുന്നത് വഴി അവർക്ക് രണ്ടുപേർക്കും ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഷെയർ ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാല്, ഈ ഇവർക്ക് ഉണ്ടായിരുന്ന ടാർഗറ്റ്സ്, അതായത് ഈ ഒരു വർഷത്തിൽ ഇത്രത്തോളം റിഡക്ഷൻ ടാർഗറ്റ്സ് ഇവർ അച്ചീവ് ചെയ്യണമെന്നുണ്ടാവും. ഡെവലപ്ഡ് കൺട്രീസിനും ഉണ്ടാവും, ഇത്രത്തോളം ഈ ഒരു വർഷത്തിൽ ഇത്രത്തോളം റിഡക്ഷൻ നിങ്ങൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റിഡക്ഷൻ നിങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ടാർഗറ്റ്സ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു ഷെയറിംഗിൽ വഴി അവരെന്ത് ചെയ്യും? ഈ ഒരു ടാർഗറ്റ്സ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിനാണെങ്കിൽ ഈ പ്രോജക്റ്റിന് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഫണ്ട് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു അറേഞ്ച്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? ഹലോ, ക്ലിയർ ആയോ? എന്താ കാര്യം എന്ന് മനസ്സിലായോ? ഇതെന്താണ് CDM എന്ന് പറയുന്നത്? ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണ്. ഒന്നുകൂടെ പറയണോ? ഇത് ഡിസ്ക്രൈബ് ചെയ്ത് തരണോ? ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ? ഹലോ, പറയൂ റോഷിനി, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണ്ട, ക്ലിയർ ആണ്. എല്ലാവർക്കും അതെ ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലെ? അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോളിന് അണ്ടറിൽ വരുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് നമ്മുടെ ഈ CDM, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ബിറ്റ്വീൻ ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെ. അപ്പൊ ഡെവലപ്പിംഗ് കൺട്രീസിന് അവർക്ക് ഫണ്ടിന്റെ ഒരു അപാകത ഉണ്ടാവും. അപ്പൊ അത് നികത്തുക എന്നുള്ളതാണ് ഡെവലപ്പിംഗ് കൺട്രീസ് ചെയ്യുന്നത്, ഡെവലപ്ഡ് കൺട്രീസ് ചെയ്യുന്നത്. അപ്പൊ ഡെവലപ്ഡ് കൺട്രീസിന് ഇങ്ങനെയുള്ള ഒരു ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാന്നുള്ളത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ CDM എന്ന് പറയുന്നത്, ഒരു മ്യൂച്വൽ അറേഞ്ച്മെന്റ് അല്ലെ. പൈസ കൊടുക്കാൻ പറ്റുന്നവർ പൈസ കൊടുക്കുക, ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്ത്, അപ്പൊ ചെയ്യുന്നത് വഴി ഇവർ രണ്ടുപേരും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്. ഓക്കെ ഓക്കെ, എക്കണോമിക്കലായിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് എന്ത് ചെയ്യുക? അവര് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഡെവലപ്പിംഗ് നേഷൻസ്, അതായത് ഇന്ത്യയെ പോലുള്ള രാഷ്ട്രങ്ങൾ ഇങ്ങനെയുള്ള പ്രൊജക്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുക? ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ ഒരു ഭാഗവത്താകുക ബൈ ഇൻവെസ്റ്റിംഗ് ഫണ്ട് അല്ലെ, മണി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യാം? ഇതിന്റെ ഒരു ഭാഗമാകുക അല്ലെ, ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകുക. ആ പ്രൊജക്ടിന്റെ ഭാഗമാകുന്നത് വഴി അവർക്ക് കിട്ടുന്ന, അതായത് ഈ ഡെവലപ്പിംഗ് കൺട്രീസിന് കിട്ടുന്ന ഈ CER സർട്ടിഫിക്കറ്റ് ക്രെഡിറ്റ്സ് എന്ത് ചെയ്യുക? രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഈ ഡെവലപ്ഡ് കൺട്രീസിനും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു നമ്മുടെ ഒരു പ്രകൃതിയുടെ ഈ എമിറ്റിംഗ് പ്രൊജക്റ്റിലേക്ക് ഭാഗവത്താകാൻ കഴിയും. അപ്പൊ അവരും എന്ത് തന്നെയാണ് ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി. അതുകൊണ്ട് തന്നെ ആ ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്ന ഒരു ടാർഗറ്റ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, അപ്പൊ ഇത് ഒരു ഫിഗർ കാണുന്നുണ്ടല്ലോ, ഈ ഫിഗറിൽ നമുക്ക് മനസ്സിലാകും. ഈ ഫിഗറിൽ പറയുന്നത് നോക്കിയേ, കമ്പനീസ് ഇൻ ആനെക്സ് 1 കൺട്രീസ്, ആനെക്സ് 1 കൺട്രീസിലെ കണ്ടോ ഫാക്ടറി പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്
അതായത് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അവരെന്ത് ചെയ്യും? ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ? ഒരു ക്യാഷിന്റെ പിക്ചർ കാണുന്നുണ്ടല്ലോ. കമ്പനീസ് പേ ക്യാഷ്. അങ്ങനെയുള്ള കൺട്രീസിലെ കമ്പനീസ് എന്ത് ചെയ്യും? പേ ക്യാഷ് കൊടുക്കും. ആർക്ക്? ഓർഗനൈസേഷൻ ഡെവലപ്പിംഗ് CDM പ്രൊജക്ട്സ്. അതായത് നമ്മുടെ ഇന്ത്യയെ പോലുള്ള ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണോ CDM പ്രൊജക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അവരിലേക്ക് എന്ത് ചെയ്യും? ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും, ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതുവഴി കിട്ടുന്ന ഓർഗനൈസേഷൻ ഗീവ് സർട്ടിഫൈഡ് കാർബൺ ക്രെഡിറ്റ്സ്. അപ്പൊ അങ്ങനെയുള്ള ഈ സർട്ടിഫൈഡ് കാർബൺ ക്രെഡിറ്റ്സ്, ഇങ്ങനെ ഈ CER സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് വഴി അവർക്കൊരു കാർബൺ ക്രെഡിറ്റ്സ് ആണ് കിട്ടുന്നത് കേട്ടോ. ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 ടൺ CO2 എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർമിഷൻ ആണ് കേട്ടോ. ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 1 ടൺ CO2 കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർമിഷനെയാണ് എന്ത് പറയുന്നത്? കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാർബൺ ക്രെഡിറ്റ്സ്, ഈ CER സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വഴി ഇങ്ങനെയൊരു കാർബൺ ക്രെഡിറ്റ്സ് അവര് ഈ പ്രൊജക്ട് അച്ചീവ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ CDM പ്രൊജക്ട്സ് അച്ചീവ് ചെയ്യും. അപ്പൊ ഇങ്ങനെ അച്ചീവ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യും? അവർക്ക് ഈ കാർബൺ ക്രെഡിറ്റ്സ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയിലേക്ക്, ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷനിലുള്ള അങ്ങനെയുള്ള ഹൈ ടെക് കമ്പനീസിലേക്ക് എന്ത് ചെയ്യും? ഇവർക്ക് കിട്ടിയ ഈ സർട്ടിഫിക്കറ്റ് ഷെയർ ചെയ്യും. ഇതാണ് ഈ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ഒരു ഫിഗറിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് നമ്മുടെ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷനിലുള്ള കമ്പനീസ് അവരിങ്ങനെ കൂടുതലായിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവരുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണത്. അവര് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഭാഗമാണിത്. പക്ഷെ അവർക്ക് ഡയറക്റ്റ് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം? അവര് ഇങ്ങനെ നമ്മുടെ നേഷനിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു CDM പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്ക് എന്ത് ചെയ്യുക? അങ്ങനെയുള്ള പ്രൊജക്റ്റിലേക്ക് അവര് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ആ പ്രൊജക്ട് എത്രത്തോളം CER അച്ചീവ് ചെയ്യുന്നുണ്ടോ അവർക്കൊരു സർട്ടിഫിക്കേഷൻ കിട്ടും. ആ സർട്ടിഫിക്കേഷൻ എത്രത്തോളമാണ് കിട്ടുന്നത് അവർ ഈ ഒരു പൈസക്ക് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യും? അത്രയും കാർബൺ ക്രെഡിറ്റ്സ് അവര് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനീസിലേക്ക് അവര് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പം ഒരു കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 1 ടൺ CO2 എമിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ആണ്. അപ്പൊ എത്രത്തോളം കാർബൺ ക്രെഡിറ്റ്സ് ആണോ ഇവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്, അവർ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിനനുസരിച്ചിരിക്കും ഇവർ കൊടുക്കുന്ന കാർബൺ ക്രെഡിറ്റ്സ്, ഷെയർ ചെയ്യുന്ന കാർബൺ ക്രെഡിറ്റ്സ്. അപ്പൊ അതുവഴി അവർക്ക് ഇത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് എമിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ, അവിടെ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഈ CDM ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു നോക്കാം. DMRC, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ earned 4.2 crores of carbon credits by selling 82,000 CERs in 2010 for using regenerative braking system that reduced 30% of electricity. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ 2010 നമ്മുടെ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ എന്ത് ചെയ്തു? 4.2 crores of carbon credits അച്ചീവ് ചെയ്തു. എന്നിട്ട് എന്ത്? ബൈ സെല്ലിംഗ് 82, അതായത് അവർക്ക് അത്രയും കാർബൺ ക്രെഡിറ്റ്സ് അവർ അച്ചീവ് ചെയ്യും ബൈ സെല്ലിംഗ് 82,000 CER. അവരെന്ത് ചെയ്തു? ബൈ സെല്ലിംഗ് എങ്ങനെയാണ് അവർ അത് അച്ചീവ് ചെയ്തത്? ബൈ സെല്ലിംഗ് 82,000 CER. 82,000 CER അവര് അതായത് വിൽക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വേറൊരു ഹൈടെക് കമ്പനിയായിട്ട് ഷെയർ ചെയ്തതിന്റെ ഭാഗമായിട്ട് 4.2 crores ഓഫ് കാർബൺ ക്രെഡിറ്റ്സ് അവര് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ദിസ് മെക്കാനിസം, അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, നമ്മുടെ പ്ലാനറ്റ് എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് സുസ്ഥിരമായിട്ട് വികസിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഒരു വികസനത്തിന്റെ ഭാഗമാണ് അല്ലെ? ഈ വികസനം എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റ് നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒന്നാണ്. നമ്മുടെ ഒരു എൻവയോൺമെന്റൽ പില്ലർ എന്ന് പറയുന്നതിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കണം. അപ്പൊ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, എൻവയോൺമെന്റിനെ നമുക്ക് എങ്ങനെ നമ്മുടെ എല്ലാ ഡെവലപ്മെന്റും എൻവയോൺമെന്റിനെയും സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടും എങ്ങനെ ഡെവലപ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതിന്റെ ഒരു ഭാഗമാണ്, നമ്മുടെ ഒരു എൻവയോൺമെന്റിന്റെ ഒരു ഭാഗമാണ് എന്ത്? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ ഒരു ഭാഗമാണ് ഈ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസവും ക്യോട്ടോ പ്രോട്ടോകോളൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കേസിൽ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ, ഈ ഒരു ഭാഗം ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം പഠിക്കാൻ ഇടയാകുന്നത് ഇങ്ങനെ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. നമ്മുടെ ഒരു എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ക്യോട്ടോ പ്രോട്ടോകോളും ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. ഓക്കെ, അപ്പൊ ദിസ് മെക്കാനിസം സ്റ്റിമുലേറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് എമിഷൻ റിഡക്ഷൻ. അപ്പൊ ഈ മെക്കാനിസം സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഒരു സുസ്ഥിര വികസനവും എമിഷൻ റിഡക്ഷനും, ഒരു എമിഷൻ എങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു റിഡക്ഷനും എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത് ഈ ഒരു മെക്കാനിസത്തിലൂടെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ?
ഹലോ, പറയൂ. ക്ലിയർ ആണ് മിസ്. കേൾക്കാൻ പറ്റുന്നുണ്ട്, സ്ക്രീനും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ ഓക്കെ. അപ്പോ ഇനി അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ലാസ്റ്റ് സെഷൻ ആണ് കേട്ടോ. ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് സെഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഈ CER ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അതൊക്കെ പഠിക്കാം. പിന്നെ അപ്പൊ ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ക്യോട്ടോ പ്രോട്ടോകോൾ എന്താന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ അതിന്റെ ഭാഗത്തായിട്ട് വരുന്ന നമ്മുടെ CDM അതിനെ ഈ ഒരു ഫിഗർ ഒക്കെ വെച്ചിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഫിഗർ ഈ ഫിഗറിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഈ ഫിഗറിൽ തന്നെ ഉണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് ഈ ഫിഗറിൽ തന്നെ ഉണ്ട് അല്ലെ? ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്താന്നുള്ളത് ഈ ഫിഗർ തന്നെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് സെഷൻ. ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവാണ് കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പോ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇനി നമുക്ക് അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തുടങ്ങാം കേട്ടോ. ഓരോരുത്തരായിട്ട് പറയണം. പിന്നെ ഈ സ്ക്രീനിന്റെ ആവശ്യമില്ല. അപ്പൊ